ഒരു കേന്ദ്രമന്ത്രി അന്യനാട്ടിൽ പോയി കല്ലെറിയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യം മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. ലണ്ടനിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങവേ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രിയായ എസ് ജയശങ്കറിന് നേരെ ആക്രമണ ശ്രമം നടന്ന സംഭവമാണ് നമുക്ക് അപമാനമുണ്ടാക്കുന്നത്. അതിനേക്കാളേറെ മനസ്സ് നോവിക്കുന്ന മറ്റൊരു കാര്യം, അയാൾ മന്ത്രിയുടെ കാറിന് മുന്നിൽ വെച്ച് ഇന്ത്യൻ പതാക വലിച്ചു കീറി എന്നുള്ളതാണ്. നമ്മുടെ ദേശീയ പതാക കീറുക എന്ന് വെച്ചാൽ ഇന്ത്യക്കാരെ മുഴുവൻ ഞെരിച്ചമർത്തുന്നതിന് തുല്യം തന്നെ. സംഭവത്തിന് പിന്നിൽ ഖലിസ്ഥാൻ വിഘടനവാദി സംഘടനകളാണെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഖലിസ്ഥാൻ സംഘടനയുടെ ആളുകൾ പ്രതിഷേധിക്കുന്നതിനിടയിൽ കൂട്ടത്തിൽ നിന്നും ഒരാൾ വാഹനത്തിന്റെ മുന്നിലേക്ക് ഓടിയെത്തുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഇന്ത്യൻ പതാക വലിച്ചു കീറുകയും ചെയ്തു. ഉടനെ തന്നെ ഉദ്യോഗസ്ഥർ ഇയാളെ പിടിച്ചു മാറ്റുന്നുമുണ്ട്. സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. മന്ത്രിയുടെ ചർച്ച പുരോഗമിക്കവേ പുറത്ത് ഖലിസ്ഥാൻ അനുകൂലികൾ സംഘടനയുടെ പതാക ഉയർത്തി പ്രതിഷേധം നടത്തിയിരുന്നു. അതേസമയം ഇന്നലെ വൈകുന്നേരം നടന്ന സംഭവത്തിൽ ഇന്ത്യ ബ്രിട്ടീഷ് സർക്കാരിനോട് വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യാപാരം, ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രതിരോധ സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യ ലണ്ടൻ തന്ത്രപരമായ പങ്കാളിത്തത്തെ ശക്തിപ്പെടുത്തുകയാണ് ജയശങ്കറിന്റെ സന്ദർശനത്തിന്റെ ലക്ഷ്യം. ലണ്ടനിൽ നിന്നും ജയശങ്കർ അയർലൻഡിലേക്ക് യാത്ര തിരിക്കും. അവിടെ ഐറിഷ് വിദേശകാര്യ വകുപ്പ് സൈമൺ ഹാരിസുമായി കൂടിക്കാഴ്ച നടത്തും. ചാത്തം ഹൗസിൽ നടന്ന ഒരു ചർച്ചയ്ക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന ശ്രമങ്ങൾ ഉപയോഗപ്പെടുത്തി പാകിസ്ഥാനുമായുള്ള കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിയുമോ എന്ന് എസ് ജയശങ്കറിനോട് ചോദിച്ചിരുന്നു. മൂന്നാം കക്ഷി ഇടപെടലിന്റെ ആവശ്യകത നിരസിച്ചുകൊണ്ട് ഇന്ത്യയുടെ സമീപനത്തെ ജയശങ്കർ ശക്തമായി പ്രതിരോധിച്ചു. ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, മേഖലയിലെ സാമ്പത്തിക വികസനം, ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പുകൾ എന്നിവ ഉൾപ്പെടെ സ്ഥിതിഗതികൾ പരിഹരിക്കുന്നതിന് ഇന്ത്യ ഇതിനകം തന്നെ നിർണായക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം മറുപടിയും നൽകി. എന്നിരുന്നാലും പ്രശ്നത്തിന് പരിഹരിക്കപ്പെടാത്ത ഭാഗം ഇന്ത്യയുടെ നിയന്ത്രണത്തിന് അതീതമാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. നമ്മൾ കാത്തിരിക്കുന്ന ഭാഗം പാകിസ്ഥാന്റെ നിയമവിരുദ്ധമായി അധിനിവേശം നടത്തി കാശ്മീരിന്റെ മോഷ്ടിച്ച ഭാഗം തിരികെ വരുന്നതാണെന്നും ജയശങ്കർ മറുപടി നൽകി. അത് പൂർത്തിയാകുമ്പോൾ കാശ്മീർ പരിഹരിക്കപ്പെടുമെന്നും അദ്ദേഹം ഉറപ്പും നൽകി. സംഭവത്തെ സംബന്ധിച്ച് ഒരു വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം.